ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അത് ഇമ്പോർട്ടൻസും ആയതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നും കറണ്ട് അഫെയർ മാത്രമല്ലേ നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ അതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം എന്നും കറണ്ട് അഫെയർ മാത്രം പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു ബോറല്ലേ. അപ്പം ഒന്ന് ചേഞ്ചിന് വേണ്ടി നമ്മളിന്ന് കെമിസ്ട്രി എടുത്തേക്കുന്നത്. എനിക്കറിയാവുന്ന പോലൊക്കെ നമ്മൾ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ പറയും. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും വീഡിയോ വേണമെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ പോകാം. ഇത് PC ബുള്ളറ്റിനിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ പോകാം. ഒന്നാമത്തെ ചോദ്യം, മൂലകങ്ങളുടെ ഏതാനും സവിശേഷതകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ P ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധമുള്ളത് കണ്ടെത്തുക. അപ്പോൾ പറഞ്ഞേക്കുന്നത് P ബ്ലോക്ക് മൂലകവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആണ്. ഒരേ പീരിയഡിൽ വരുന്നവ വ്യത്യസ്ത രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും കാണിക്കുന്നു. B പെട്രോളിയം വ്യവസായത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു. C പോസിറ്റീവ് ഓക്സീകരണാവസ്ഥയും നെഗറ്റീവ് ഓക്സീകരണാവസ്ഥയും കാണിക്കുന്ന മൂലകങ്ങളാണ്. കുറഞ്ഞ അയോണീകരണ ഊർജമുള്ളവയാണ്. ഇപ്പം 4 ഓപ്ഷൻ വായിച്ച് നോക്ക് നിങ്ങൾ. P ബ്ലോക്കുമായി ബന്ധമുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് ഇതിൽ? ഒരേ പീരിയഡിൽ വരുന്നവ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. പെട്രോളിയം വ്യവസായത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു, ഇല്ല. പോസിറ്റീവ് ഓക്സീകരണ അവസ്ഥയും നെഗറ്റീവ് ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്ന മൂലകങ്ങളാണ് P ബ്ലോക്ക് എലമെൻറ്റ്സ്. നമുക്കറിയാം P ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെൻറ്റ്സിനെയാണ് P ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഹീലിയം ഇല്ല, ഹീലിയം ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന 13 മുതൽ 18 ഗ്രൂപ്പ് എലമെൻറ്റ്സ് നമുക്കറിയാം. ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ, ഓക്സിജൻ, ഹാലജൻ, നോബിളിക് ആസിഡ്. അങ്ങനെ ആ ഓർഡറിൽ പേരുകൾ ഓർത്തിരിക്കണം. അപ്പം ഇതിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ പറയുവാണെങ്കിൽ, അതായത് P ബ്ലോക്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുവാണെങ്കിൽ NS2 NP 1 to 6 എന്നാണ് വരുന്നത്. NPയിൽ, അതായത് P സബ് ഷെല്ലിലാണ് അവസാനിക്കുന്നത്. അപ്പം 1 to 6 ആണ് വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എവിടെ വരെ ആകാം? 1 to 6 വരെ ആകാം. +1 to +6 വരെ ആകാം. എപ്പോഴും പ്ലസ് മാത്രമായിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നത് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമുക്ക് 2 എക്സാമ്പിൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് ഗ്രൂപ്പ് 14 എടുക്കുക. ഗ്രൂപ്പ് 14 ആകുമ്പോൾ നമുക്കറിയാം കാർബൺ ഫാമിലിയാണ്. കാർബണിൻ്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. 4 ഇലക്ട്രോൺ ആണല്ലോ, 4 ഇലക്ട്രോൺ. അപ്പം ഇത് നമുക്കറിയാം +4 കാണിക്കും. +4 വാലൻസി കാണിക്കും. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അപ്പോൾ +4 ആകാം. പിന്നെന്താ കാണിക്കുന്നത്? +2 കാണിക്കാം. +2 രണ്ടെണ്ണത്തിനെ വിട്ടുകൊടുക്കുമ്പോഴാണല്ലോ പ്ലസ് വരുന്നത്. അപ്പോൾ +2 കാണിക്കാം. അപ്പോൾ ഇത് പ്ലസ് വരുന്ന, അതായത് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നതിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഒരു ഉദാഹരണം നോക്കൂ. ഓക്സിജൻ ഗ്രൂപ്പ് എടുക്കാം. ഓക്സിജൻ ഫാമിലി. ഓക്സിജനെ എടുത്തേ. ഓക്സിജൻ, അതായത് ഗ്രൂപ്പ് 16 ആവുമ്പോൾ ഓക്സിജൻ്റെ വാലൻസി എത്ര ഉണ്ട്? 6 ആണ് ഓക്സിജൻ്റെ വാലൻസി വരുന്നത്. നമുക്കറിയാം ഓക്സിജൻ എപ്പോഴും നമ്മൾ -2 ആണ്. H2O എന്ന് എഴുതുമ്പോൾ H2O H+O- എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 2- അല്ലേ വരുന്നത്. ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പം 2-, അതായത് -2 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതാണ് അത് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ ആകുമ്പോൾ -2 വരും. അതിൻ്റെ താഴെ സൾഫർ ആണെങ്കിലും എന്ത് തന്നെ -2 തന്നെയാണ് വരുന്നത്. അതുപോലെ നമ്മൾക്ക് 15ാമത്തെ ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ 15ാമത്തെ ഗ്രൂപ്പ് ഏതാ? 15ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ ഫാമിലി. 15ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ ഫാമിലിയാണ്. ഗ്രൂപ്പ് 15 നൈട്രജൻ. വാലൻസി 3 അല്ലേ വരുന്നത്. നൈട്രജൻ്റെ വാലൻസി അതും എന്താണ് -3 +3 ഒക്കെ കാണിക്കും.
അപ്പം ഓർത്തിരിക്കുക. അപ്പോൾ പി ബ്ലോക്ക് എന്താ കാണിക്കുന്നത്? പോസിറ്റീവ് ഓക്സീകരണാവസ്ഥയും നെഗറ്റീവ് ഓക്സീകരണാവസ്ഥയും കാണിക്കുന്ന മൂലകങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ആൽക്കഹോളുകളെ അനുയോജ്യമായ ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിച്ചാണ് കാർബോക്സിലിക് ആസിഡുകൾ നിർമ്മിക്കുന്നത്. കാർബോക്സിലിക് ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് COOH ആണ്. കാർബോക്സിലിക് ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് COOH ആണെന്ന് നമുക്കറിയാം. അതെ, അത് നമ്മൾ 9ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. അപ്പം ആൽക്കഹോളുകളെ അനുയോജ്യമായ ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിച്ചാണ് കാർബോക്സിലിക് ആസിഡുകൾ നിർമ്മിക്കുന്നത് എന്നാണ് നമ്മുടെ പ്രസ്താവന. അത് എന്താണ്? അത് ശരിയാണ്. അത് ശരിയാണ് കേട്ടോ. രണ്ടും ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. രണ്ടും ശരിയാണ്. നമുക്കറിയാം കാർബോക്സിലിക് ആസിഡാണല്ലോ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കാർബോക്സിലിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആൽക്കഹോളിൽ നിന്നാണ്. ആൽക്കഹോളുകൾ അല്ലെങ്കിൽ ആൽഡിഹൈഡുകൾ. ഇത് ഓർത്തിരിക്കണേ. ആൽക്കഹോളുകൾ അല്ലെങ്കിൽ ആൽഡിഹൈഡുകൾ. ആൽക്കഹോളുകൾ എന്ന് പറയുമ്പോൾ OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതാണ് ആൽക്കഹോളുകൾ. ആൽഡിഹൈഡ് ആണെങ്കിൽ CHO ഗ്രൂപ്പുകൾ. CHO വരുന്നതാണ് ആൽഡിഹൈഡുകൾ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ആൽക്കഹോളിനെയും ആൽഡിഹൈഡിനെയും ഓക്സിഡൈസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? കാർബോക്സിലിക് ആസിഡുകൾ ഉണ്ടാക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ് അല്ലെങ്കിൽ ആൽഡിഹൈഡ്സ്. അങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കണമല്ലോ. അപ്പം നമ്മുടെ ഉത്തരം രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഹരിതരസതന്ത്രത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഹരിതരസതന്ത്രത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കൂ. മലിനീകരണം കുറയ്ക്കുക, അപകടകരമായ രാസവസ്തുക്കളെ ഉപകാരികളോ നിരുപദ്രവകാരികളോ ആക്കി മാറ്റുക, പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ഇവയെല്ലാം. അപ്പം പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇവയെല്ലാം ഹരിതരസതന്ത്രത്തിൻ്റെ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയും ഭാഗമായിട്ടാണ്. മലിനീകരണം കുറയ്ക്കേണ്ടത് നമുക്കറിയാം. അപകടകരമായ രാസവസ്തുക്കളെ ഉപദ്രവകാരികളോ നിരുപദ്രവകാരികളോ ആക്കി മാറ്റുക, പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. കണ്ടോ? പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. താഴെയുള്ള പ്രസ്താവനകളിലെ തെറ്റായത് കണ്ടെത്തുക. 1. പെട്രോളിയത്തെ അപ്പം നമ്മുടെ ചോദ്യം തെറ്റായത് കണ്ടെത്താനാണ്. ഓപ്ഷൻസ് നോക്കൂ. പെട്രോളിയത്തെ ആംശിക സ്വേദനം നടത്തുമ്പോൾ ലഭിക്കുന്ന പ്രധാന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പെട്രോൾ, ഡീസൽ, ബിറ്റുമീൻ, പാരാഫിൻ, വാക്സ് തുടങ്ങിയവ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 15 മുതൽ 20 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള പെട്രോളിയം ഇന്ധനമാണ് പെട്രോൾ. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് വാഹന ഇന്ധനമായ ഡീസൽ തന്മാത്രകളിലെ കാർബൺ ചെയിനിൽ 16 മുതൽ 18 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പം നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു. അതിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. തെറ്റായത് നിങ്ങൾക്ക് ഉത്തരം അറിയാമോ? ഉത്തരം വരുന്നത് 2 മാത്രമാണ് തെറ്റ്. അതായത് 15 മുതൽ 20 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള പെട്രോളിയം ഇന്ധനമാണ് പെട്രോൾ. അല്ല, പെട്രോളിനകത്ത് അടങ്ങിയിരിക്കുന്നത് 5 മുതൽ 12 കാർബൺ ആറ്റങ്ങളാണ് പെട്രോളിനകത്ത് വരുന്നത്. മേളിൽ കുറേ പെട്രോളിയം പ്രൊഡക്ട്സ് ആണ് കൊടുത്തേക്കുന്നത്. പെട്രോൾ, ഡീസൽ, ബിറ്റുമീൻ, പാരാഫിൻ, വാക്സ്, പിന്നെ നമുക്കറിയാം കുറേ ഗ്യാസസ് ഉണ്ട്, LPG, ഫ്യൂവൽ ഓയിൽസ്, ഇതെല്ലാം പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അഡീഷണലായിട്ട് 2 പോയിൻ്റ് അവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അംശിക സ്വേദനമാണ് നടത്തുന്നത്. അംശിക സ്വേദനം എന്ന് പറയുമ്പം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്.
അംശിക സ്വേദനത്തിൻ്റെ ഇംഗ്ലീഷ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓർത്തിരിക്കുക. അപ്പം വാഹന ഇന്ധനമായ ഡീസൽ തന്മാത്രകളിലെ കാർബൺ ചെയിനിനകത്ത് വരുന്നത് എത്രയാണെന്ന് ഓർത്തിരിക്കുക. 16 മുതൽ 18 കാർബണാണ് വരുന്നത്. അതിന് നമുക്ക് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 12 മുതൽ 20 കാർബൺ ആറ്റം വരെ എന്തിൽ വരുന്നുണ്ട്, ഡീസലിൽ വരുന്നുണ്ട്. 12 മുതൽ 20 കാർബൺ ആറ്റം. അപ്പോൾ ബുള്ളറ്റിൽ ഇത് കൊടുത്തേക്കുന്നതുകൊണ്ട് 16 മുതൽ 18 വരെ നമ്മൾ ഓർത്തിരിക്കുക. പെട്രോളിൻ്റെ അകത്ത് വരുന്നത് 5 മുതൽ 12 കാർബൺ ആറ്റംസ് ആണ്. 5 മുതൽ 12 കാർബൺ ആറ്റംസ്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. പ്രസ്താവനകൾ പരിഗണിക്കുക. ജലതന്മാത്രയിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസ് ശതമാനം യഥാക്രമം 11.19, 88.81% ഇവയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ്രവ്യ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു സമീകൃത രാസ സമവാക്യത്തിൽ ഇരുവശത്തും ഓരോ മൂലകത്തിൻ്റെയും ഒരേ എണ്ണമാറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചോദ്യം വരുന്നത് എന്തിൽ നിന്നാണ്? മാസ് സംരക്ഷണ നിയമത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞേക്കുന്നത്, ജലതന്മാത്രയിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസ് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. മാസ് പെർസെൻറ്റേജ് ഇത് ശരിയാണോ? ഇത് ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 11.11 88.89 എന്നാണ് വരുന്നത്. അതായത് വെറും 1ഉം 9ഉം തിരിച്ചെഴുതിയേക്കുന്നത്. 11.11 88.89 വരുന്നത്. ആക്ച്വലി സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മാസ് ശതമാനം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ്രവ്യ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു സമീകൃത രാസസമവാക്യത്തിൽ ഇരുവശത്തും ഓരോ മൂലകത്തിൻ്റെയും ഒരേ എണ്ണമാറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. അത് ശരിയല്ലേ? എപ്പോഴും നമ്മൾ മാസ് സംരക്ഷണ നിയമം പറയുമ്പോൾ എന്താ പറയുന്നത്? പ്രൊഡക്ട്സും റിയാക്റ്റൻസും രണ്ട് സൈഡിലും എന്താണ്, ഒരേ അളവിലുള്ള തന്മാത്രകളായിരിക്കും എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഒരേ എണ്ണം. അതായത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ H2O തന്നെ എടുക്കൂ. നമുക്കറിയാം H2O കിട്ടുന്നത് എങ്ങനെയാണ്? H+H2+O2 ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്. ഇത് നമുക്ക് ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്തെഴുതും? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്ത് 2 ഓക്സിജൻ ആക്കി. അപ്പോൾ ഹൈഡ്രജൻ എത്രയായി? 4 ആയില്ലേ? അപ്പോൾ ഇവിടെ ഒരു 2 ഇട്ട് ഹൈഡ്രജനെ 4 ആക്കിക്കൂടെ? അപ്പം 2H2+O2 gives 2H2O എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പം അപ്പുറവും ഇപ്പുറവും ഒരേ എണ്ണം ആയിരിക്കണം എന്ത് തന്മാത്രകൾ രാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പം ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ജലതന്മാത്രയിലുള്ള മാസ് ശതമാനം കാണുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. എങ്ങനെയാണ് കാണുന്നത്? നമുക്കറിയാം ആദ്യം ടോട്ടലിനെ വെച്ചിട്ടല്ലേ നമ്മൾ എപ്പോഴും ശതമാനം കാണുന്നത്. അപ്പോൾ H2Oയിൽ എത്ര ഉണ്ട് എണ്ണം, എത്ര ഗ്രാം ഉണ്ട്? 18 ഗ്രാം. അതായത് 2 ഹൈഡ്രജനും 16 ഗ്രാം, 16 വെയിറ്റ് എന്താണ്? ഓക്സിജനും. അപ്പം മൊത്തത്തിൽ 18 ഗ്രാം. അപ്പം ഈ 18ൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്ക്? 2 എണ്ണം. അപ്പം 2/18 ചെയ്യുമ്പോൾ എത്ര വരും? ഹൈഡ്രജൻ്റെ ആണ് ഈ പറയുന്നത്. 2/18 ചെയ്യുമ്പോൾ എത്ര വരും? 0.111 എന്നാണ് വരുന്നത്. 0.111. ഇതിനെ ശതമാനത്തിലോട്ട് ആക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഇൻറ്റു 100 കൊണ്ട് ചെയ്യുമ്പം 11.11 വരും. അടുത്ത ഓക്സിജൻ ആവുമ്പോൾ 2 ഓക്സിജൻ ഇല്ലേ? അല്ല, ഒരു ഓക്സിജൻ അല്ലേ ഉള്ളൂ H2Oയിൽ. H2O എന്ന് എഴുതുമ്പോൾ 2 ഹൈഡ്രജൻ്റെ പറഞ്ഞു. ഒരു ഓക്സിജൻ അല്ലേ ഉള്ളേ? ഓരോ ഓക്സിജൻ ആവുമ്പോൾ എത്ര? 16. എത്രയില്ല? ടോട്ടൽ എത്ര? 18 ഗ്രാമിൽ. അപ്പോൾ 18 ഗ്രാമിൽ 16 ആവുമ്പോൾ എത്ര വരും? 0.8889. അതായത് ഇതിനെ പെർസെൻറ്റേജ് ആക്കുമ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 88.89 എന്ന് വരും. 88.89%. ഇങ്ങനെ അത് കണ്ടുപിടിക്കുന്നത്. അതായത് ടോട്ടൽ ഗ്രാം എടുക്കുക. അതായത് ഉണ്ടായ പ്രൊഡക്റ്റ് ഏതാ? വാട്ടർ, ജലതന്മാത്ര എന്നിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ പ്രൊഡക്റ്റ് എടുക്കുക. അതിൽ ഓരോന്നിൻ്റെയും അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക.
എന്നിട്ട് അതിൻ്റെ ശതമാനം കണ്ടുപിടിക്കുക. അത് അങ്ങനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കാണുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അമ്ലമഴ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഇലകളെ നശിപ്പിക്കുന്നത് കാരണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്ക് ഇല്ലാതെയാകുന്നു. കഠിനമായ അമ്ലമഴ ഒരു പ്രദേശത്തെ ഹരിതാഭം ഇല്ലാതെയാക്കുന്നു. ജലത്തിന് അമ്ലഗുണം ഉണ്ടാക്കുന്നതിനാൽ മത്സ്യങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും നാശത്തിന് കാരണമാകുന്നു. ഇവയെല്ലാം. അപ്പം ഇതിൽ ഓപ്ഷൻ എന്താണ്? ഇവയെല്ലാമാണ്. ഇവയെല്ലാം എന്തിന് കാരണമാകുന്നു? അമ്ലമഴ മൂലമുണ്ടാകുന്ന കാരണങ്ങളാണ്. ഇലകളെ നശിപ്പിക്കുന്നത് കാരണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം, കാരണം ഇലകളല്ലേ ആഹാരം പാകം ചെയ്യുന്നത്, അതിന് പ്രകാശ സംശ്ലേഷണം നടക്കണ്ടേ. അപ്പം അമ്ലമഴ കാരണം അത് നടക്കില്ല. കഠിനമായ അമ്ലമഴ ഒരു പ്രദേശത്തെ ഹരിതാഭം ഇല്ലാതാക്കുന്നു. ശരിയല്ലേ? സസ്യങ്ങൾ മുഴുവൻ ഇല്ലാതാവുന്നു. ജലത്തിന് അമ്ലഗുണം ഉണ്ടാകുന്നതിനാൽ മത്സ്യങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും നാശത്തിനും കാരണമാകുന്നു. അപ്പം ഇത്രയും ഓർത്തിരിക്കാം. അടുത്ത ചോദ്യമില്ല, അടുത്ത ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഇനി ഫിസിക്സും കൂടെ ഇതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 5-6 ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയും ചെയ്യും. ഇത്രയും നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് പറഞ്ഞേക്കാം. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു.